സോറി ഗൈസ്, ചാണ ചവിട്ടി. കുഴപ്പമില്ല, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഒരു ബസ് കയറിയിട്ട് കണ്ടക്ടറിന് കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു തൃശ്ശൂരിൽ നിന്ന്. ആളെന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് തിരുവനന്തപുരം ബസ്സായിട്ട് നിന്ന് പോനെ ഓടിപ്പോയി കയറിപ്പോ തൃശ്ശൂര് സുരേഷ് ഗോപി കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ആളുടെ വീട്ടിലാണ്. അപ്പോ ഫൈനലി ഗൈസ്, സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുപോയി. സുരേഷ് ഗോപിക്ക് ഒരു കയ്യടി കൊടുക്കാം. ഞങ്ങൾ അത്ഭുതത്തിൽ കുറഞ്ഞ ഒന്നും ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഞങ്ങൾ ഇനി റോഡിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യില്ല, കാരണം ഞങ്ങൾ മെട്രോ ആണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ വെറും പൗരന്മാരെ തുടരുമ്പോൾ ഞങ്ങൾ പ്രജാദൈവങ്ങളാണ്. അപ്പോ ഇവിടെ എത്ര പേര് തൃശ്ശൂർക്കാരുണ്ട്? ഇപ്പൊ ആൾക്കാർ കുറെ പേര് സമ്മതിക്കണില്ല തൃശ്ശൂർക്കാരാണുള്ളത്. പക്ഷെ ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഈ തൃശ്ശൂർക്കാരെ സ്പോട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞങ്ങൾ ഏത് ഭാഷയും സംസാരിക്കും തൃശ്ശൂർ ഭാഷയിൽ. ഞങ്ങൾ ഇംഗ്ലീഷ് പറയും ഹൗ ആർ യു. ഞങ്ങൾ ഭായിമാരെ കൊണ്ട് പണിയെടുപ്പിക്കും ബൈ കാം കരോ. എന്തിന്? ഞങ്ങളുടെ സ്വന്തം നടി ഗായത്രി സുരേഷിനെ തെലുങ്കിൽ അഭിനയിക്കാൻ പറ്റും. ഗായത്രി സുരേഷ് അവിടെ പോയിട്ട് പറഞ്ഞു ചുസ്താനെ ചുസ്തേ ചുസ്തു ചുസ്തേ. അതുകൊണ്ട് തൃശ്ശൂർക്കാരെ സ്പോട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്റെ ഇത്തരം തമാശകൾ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡിയിൽ വലിയ ഭാവിയില്ല എന്നാണ്. ഇപ്പോഴും അമ്മ എന്റെ അടുത്ത് പറയുന്നത് മോനെ ഒരു PSC എഴുതി വലിയ ജോലിക്ക് കയറാൻ നോക്കണമെന്നാണ്. എന്റെ തമാശയേക്കാൾ മോശമാണ് എന്റെ തലച്ചോറ് എന്നറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്റെ അമ്മ. അതായത് ഞാൻ മണ്ടനാണെന്ന് എന്റെ അമ്മയ്ക്ക് അറിയാം. നിങ്ങളൊരു മണ്ടനാണെങ്കിൽ അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളുടെ അമ്മേനെ അറിയിക്കും. അതെങ്ങനെ അറിയിക്കാന്ന് വെച്ചാൽ PTA മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവര് വിളിക്കും നമ്മുടെ അമ്മേനെ. എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും ഇവന് നല്ല ബുദ്ധി ഉണ്ട്, ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് കേട്ടാൽ നിങ്ങൾ മനസ്സിലാവണം നിങ്ങളൊരു മണ്ടനാണ്. പക്ഷെ ഇത് എന്റെ അമ്മയുടെ അടുത്ത് ഈ ടീച്ചർ പറഞ്ഞ അന്ന് തുടങ്ങി എന്റെ അമ്മ എന്നെ പഠിക്കാൻ നിർബന്ധിക്കൽ നിർത്തി. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ചേട്ടന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ഇത്രയും മണ്ടനായ എന്റെ അടുത്ത് അമ്മ എന്ത് കണ്ടിട്ടാണ് ഞാൻ PSC എഴുതണമെന്ന് പറയണതെന്ന് ഞാൻ എടുത്ത് ചോദിച്ചു. അപ്പൊ അമ്മ എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. നോക്കിയപ്പോ അതൊരു ധ്യാന കേന്ദ്രത്തിലെ വീഡിയോ ആണ്. ഒരു ചേച്ചി അവിടെ സ്ഥിരമായി ധ്യാനം കൂടുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചിയും അച്ഛനും കൂടി നിൽക്കുന്നുണ്ട്. ചേച്ചി PSC എഴുതിയ അനുഭവം പറയാൻ വന്നേക്കാണ്. ചേച്ചി PSC പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷ പേപ്പർ ചേച്ചിക്ക് കിട്ടി. ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം ചേച്ചിക്ക് അറിയില്ല. സ്വാഭാവികം, പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കില്ല, പ്രാർത്ഥിച്ചു നടന്നാലും ചോദ്യങ്ങൾ കണ്ട ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ചേച്ചിക്ക് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ മാതാവിന്റെ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു. ഇത് ഓരോ ചോദ്യത്തിന്റെ അവിടെ വെച്ചിട്ട് ചേച്ചി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഉത്തരം പറഞ്ഞു. അങ്ങനെ മാതാവ് ചേച്ചിക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു എന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനെ ചേച്ചി 100 ചോദ്യം എഴുതി 90 എണ്ണം ശരിയായി ചേച്ചിക്ക് ജോലി കിട്ടി. ഈ വീഡിയോ കാണിച്ചു തന്നിട്ടാണ് അമ്മ പറയുന്നത് മോനെ പോയി PSC എഴുതണം. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മേ 100 എണ്ണത്തിൽ 10 എണ്ണത്തിന് മാതാവിന് പോലും ഉത്തരം അറിയില്ല. ഈ സാധനം ഞാൻ എഴുതണമെന്ന് അമ്മ പറയുന്നത്. ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞു മാതാവിന്റെ ബുദ്ധിനെ നീ ചോദ്യം ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു മാതാവിന്റെ ബുദ്ധി നമ്മൾ കുറെ കണ്ടതാ. സ്വർണ്ണം പോയി ചേരി ചെമ്പീരിയിടം കിട്ടിയപ്പോ ലോകസഭ സീറ്റ് കൊടുത്ത ആളാണ്. സംഭവം ഞങ്ങളുടെ ലൂർദ് പള്ളിയിലെ ലൂർദ് മാതാവ് സ്നേഹം കൂടുമ്പോ സുരേഷ് ഗോപിനെ ചെമ്പമ്മിനോ അതെന്നാ വിളിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനുഷ്യത്വത്തിന്റെ ഒരു യൂണിറ്റ് അറിയോ? ഇപ്പൊ വെയിറ്റിന് കിലോഗ്രാം, സ്പീഡിന് km/h എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന് ഒരു യൂണിറ്റ് ഉണ്ട്. ഇത് ഞങ്ങൾ തൃശ്ശൂർ ക്രിസ്ത്യാനികൾക്ക് അറിയാം. ഇലക്ഷന്റെ സമയത്ത് എല്ലാവരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂർ ക്രിസ്ത്യാനികളുടെ അടുത്ത് പറഞ്ഞു മണിപ്പൂരിലുള്ള ആൾക്കാരെ തല്ലിക്കൊല്ലുന്നു, പള്ളി പൊളിക്കുന്നു, പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തുന്നു എന്നൊക്കെ ഞങ്ങളുടെ തൃശ്ശൂർ ക്രിസ്ത്യാനികളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ക്രിസ്ത്യാനികൾ അതിനെന്താ അത് 6000 കിലോമീറ്റർ അപ്പുറത്തല്ലേ. അപ്പൊ ഹെൻസ് പ്രൂവ് മനുഷ്യത്വം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കിലോമീറ്റർ കൂടുന്തോറും മനുഷ്യത്വം കുറയും. ഈ കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ദുബായിലുള്ള ചേട്ടനെ ഇപ്പൊ കണ്ണിന് നേരെ കണ്ടുകൂടാ. സംഗതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരും BJP ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ വെക്കൻ കിരീടം കൊണ്ടു ചെന്നപ്പോ അവിടുത്തെ മാതാവിന് തലയില്ല. പിന്നെ ഇത് എവിടെ വയ്ക്കും? കേരളത്തിലെ അച്ഛന്മാരുടെ റബ്ബർ ഷീറ്റിന്റെ ഇടയിലോ? That's my time. Thank you guys.